അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 22ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മാത്രമല്ല, ശവ്വാൽ മാസത്തിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വന്നത്. നാളെ 4ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. മാത്രമല്ല, 22ാമത്തെ ദിവസമാണ് ശവ്വാൽ മാസത്തിന്റെ നാളെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ വോട്ടായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും വോട്ട് ചെയ്തു. ഇന്നിപ്പോൾ വോട്ടിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നാടുകളിൽ നമുക്ക് അനുയോജ്യരായ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന നല്ല ഭരണാധികാരികളെ പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആരക്കുകയാണ്. ഇനിയിപ്പോൾ റിസൾട്ട് വരാനുള്ള ആ റിസൾട്ട് കാത്തിരിക്കുന്ന ഭയങ്കരമായ ഒരു ദിനങ്ങളാണ് ഇനി വരാനുള്ളത്. മെയ് 4-ാം തീയതി, ഇതിപ്പോൾ ഏപ്രിലാണ്, ഏപ്രിൽ മെയ് അടുത്ത മാസം 4-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ചർച്ചകളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തുമാവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. വെള്ളിയാഴ്ച രാവാണല്ലോ, ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സദസ്സിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദദു സ്വലാത്ത്, ധാരാളം ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. ഈ ധാരാളം ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞാൽ, പ്രതിഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. ഒരുപാട് നേട്ടം. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 5 ലക്ഷവും 6 ലക്ഷവും സ്വലാത്ത് വീതം ചൊല്ലിയ പ്രതിഫലം അല്ലാഹു തരുമെന്നാണ്. അതുകൊണ്ട് അദദു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ചൊല്ലണം. നമുക്ക് ഈ മജ്‌ലിസിൽ കുറച്ച് വട്ടം ആ ഒരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പറഞ്ഞു: اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. സ്വർഗത്തിന്റെ താക്കോലെന്നും അതുപോലെ തന്നെ മരണസമയത്ത് ഒരു മനുഷ്യൻ എന്തായാലും അവൻ പറഞ്ഞിരിക്കേണ്ട, അവൻ പറഞ്ഞാൽ അവനിക്ക് സ്വർഗം വാജിബാകുന്ന നിർബന്ധമാകുന്ന ഒരേ ഒരു ദിക്ർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് മനസാന്നിധ്യത്തോടെ കുറച്ചു വട്ടം പറയണം. അല്ലാഹുവെ, മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ മരിക്കും. മരിക്കുന്ന സമയത്ത് നല്ല മരണം അല്ലാഹുവേ തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദിക്ർ പറഞ്ഞോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും ഈ ദിക്ർ പറഞ്ഞ് മരിക്കാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
എല്ലാ കഴിവുകളും എല്ലാ ശക്തിയും അള്ളാഹുവേ നിനക്കാണ്. ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങൾക്കൊരു ശക്തിയുമില്ല. നീയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ചില വചനങ്ങളുണ്ട്, നമുക്കതൊന്ന് പറയാം. അള്ളാഹു താല നമ്മുടെ ഈ വചനങ്ങൾ പറയുന്നത് കൊണ്ട്, വാക്കുകൾ പറയുന്നത് കൊണ്ട്, ഈ ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ചൊല്ലിക്കോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ 4 വരി ബൈത്ത്, ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. അതുപോലെ തന്നെ ഇത് വല്ലാത്ത തൗബയുടെ വചനമാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, എന്നാൽ നരകത്തിൽ കടക്കാനുള്ള എനിക്കൊരു ത്രാണിയുമില്ല. അല്ലാഹുവേ, നിന്റെ ഓശാരം കൊണ്ട് നീ എനിക്ക് തൗബ തരണേ അല്ലാ, എൻ്റെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് സ്വർഗം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ എന്നൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ അർത്ഥം. നമുക്കൊന്ന് ആ ബൈത്ത് പാടിയാലോ? എല്ലാവരും ഒന്നിച്ചു പാടിക്കോ. വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ഇത് പ്രത്യേകമായി പറയൽ നല്ലതാണെന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് പരമാവധി നമുക്ക് പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പറഞ്ഞോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم
فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പറഞ്ഞാലോ? ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് ഇസ്തിഗ്ഫാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അല്ലാഹു തആല ഈ ഇസ്തിഗ്ഫാർ പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അല്ലാഹു തുറന്നു തരട്ടെ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റും സ്വലാത്തും തസ്ബീഹും അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മും എല്ലാം നമ്മൾ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് ഓരോ ദിക്റിനും ഓരോ സ്വലാത്തിനും ഒക്കെ വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. അത് മുഴുവനും അള്ളാഹു തആല നമുക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി ഒരുപാട് പേര് പ്രത്യേകം ഉസ്താദ് പേരെടുത്ത് പറഞ്ഞ് ദുആരക്കണേ, എൻ്റെ കാര്യം ഓർക്കണേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിലായി ദുആരക്കുകയാണ്. പേര് തൽക്കാലം ആരുടെയും പറയുന്നില്ല. എല്ലാം അള്ളാഹു അറിയുന്നവനാണ് അല്ലാഹു തആല. എല്ലാവരുടെയും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹാത്തുകളും വിശുദ്ധമായ ഖുർആൻ പാരായണവും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഓതിയതിലും പറഞ്ഞതിലും എന്തെങ്കിലും അബദ്ധങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ഖബൂൽ
ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തെറ്റുകൾ ചെയ്തു പോയവരാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവിന് ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാ. അല്ലാഹു, ഇത് ഞങ്ങളുടെ തൗബയാണ്, തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങള്, കൂട്ടുകാര്, നാട്ടുകാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരോടൊപ്പം ഞങ്ങളെയും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാ. അല്ലാഹുവേ, സദസ്സ് നീ ഖബൂലാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന വാപ്പമാരെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ, ഈ ആമീൻ പറയുന്ന വാപ്പമാർ, അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അവരൊക്കെ ചെയ്യുന്ന ജോലികളിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ വിശാലത കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സദസ്സിൽ ആമീൻ പറയുന്ന പാവപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, ഒരുപാട് സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ വിഷമിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റമേറ്റം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. വഴിതെറ്റുന്ന കാലമാണ്, കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അവധിക്കാലമാണ്, എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ഖൈറായ ജോലി പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറയുന്നത്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. സുഖമില്ലാതെ അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ICUയിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവര്, അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, അതുപോലെ പല ടെസ്റ്റുകളും ചെയ്ത് റിസൾട്ടുകൾ കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറുകൾ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ എല്ലാവരുടെയും ശിഫാ കൊടുക്കണേ റഹ്മാനെ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞങ്ങളെയും നീ എല്ലാവിധ ആപത്തുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് ഈമാനുള്ള ജീവിതം തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ കരുണ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല വിധത്തിലുള്ള, നല്ല രൂപത്തിലുള്ള, എല്ലാ വിധത്തിലുള്ള ഖൈറായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. മത സാഹോദര്യം തരണേ അല്ലാ. മനുഷ്യ സ്നേഹം നിലനിർത്തണേ അല്ലാ. വർഗീയത വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പ്രശ്നങ്ങൾ, ഫിത്നകൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളായ സഹോദരന്മാരുൾപ്പെടെ ലോകത്ത് ആരെല്ലാം പ്രതിസന്ധിയിലായോ എല്ലാവർക്കും നീ സമാധാനവും ഐശ്വര്യവും എല്ലാവിധ ഖൈറുകളും ബറക്കാത്തുകളും നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ സലാമത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നിലനിർത്തി തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, എല്ലാവർക്കും യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവിടെ ചെന്ന് സുന്ദരമായ റാഹത്താകുന്ന നിലയിൽ ഹജ്ജിന്റെ, ഉംറയുടെ, സിയാറത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്കും ഭാവിയിൽ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്നവരെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു
അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്‌ലിസൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.